അമേഠിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. എതിർ സ്ഥാനാർത്ഥി തടസ്സവാദം ഉന്നയിച്ചതിനെ തുടർന്നാണ് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന മാറ്റിവെച്ചത്. രാഹുൽ നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഗുരുതര പിഴവുകൾ ഉണ്ടെന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ധ്രുവ്ലാലിന്റെ ആരോപണം. ബ്രിട്ടൻ ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ വിവരങ്ങളിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടൻ പൗരനാണെന്ന് രേഖപ്പെടുത്തിയെന്നാണ് ധ്രുവ്ലാൽ ആരോപിക്കുന്നതും. അതിനാൽ ഇന്ത്യൻ പൗരനല്ലാത്ത ഒരാൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ലെന്നും ഇയാൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനു പുറമെ രാഹുൽ ഗാന്ധിയുടെ സത്യവാങ്മൂലത്തിൽ പറയുന്ന കമ്പനിയുടെ ആസ്തികളെക്കുറിച്ചും ലാഭവിഹിതത്തെക്കുറിച്ചും വിശദമാക്കിയിട്ടില്ലെന്നും ആരോപണം ഉയരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളിൽ തെറ്റുകളുണ്ടെന്നും അതിനാൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണമെന്നും ധ്രുവ്ലാൽ ആവശ്യപ്പെടുന്നു. രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികയെ ചൊല്ലി ഇത്രയേറെ തടസ്സവാദങ്ങൾ ഉന്നയിക്കപ്പെട്ടതോടെയാണ് വിശദമായി പരിശോധിക്കാനായി സൂക്ഷ്മ പരിശോധന മാറ്റിവെച്ചത്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെ സംബന്ധിച്ച് പരാതി ഉയർന്നതോടെ സംഭവം വിവാദമാക്കി BJPയും രംഗത്തെത്തി. രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തണമെന്ന് BJPയും ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിയുടെ പൗരത്വം റദ്ദാക്കണമെന്നും ബ്രിട്ടീഷ് പൗരത്വം അദ്ദേഹത്തിന് നിഷേധിക്കാനാകില്ലെന്നും സുബ്രഹ്മണ്യൻ സ്വാമി ട്വീറ്റ് ചെയ്തു. രാഹുൽ ഗാന്ധിക്ക് 4 പാസ്പോർട്ടുകളുണ്ടെന്ന് സുബ്രഹ്മണ്യൻ സ്വാമി നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റിൽ റൗൾ വിൻസി എന്നാണ് പേര് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും സുബ്രഹ്മണ്യൻ സ്വാമി നേരത്തെ പറഞ്ഞിരുന്നു. വെബ് ഡെസ്ക് കൈരളി ന്യൂസ്.